എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാം, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടാലോ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ഒരു സർട്ടിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ലാതെ നമ്മളുടെ കഴിവിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കാര്യത്തിൽ നമുക്ക് തന്നെ വിശ്വാസം ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മറ്റൊരാൾ നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ട് വേണ്ട, നമുക്ക് തന്നെ അങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിൽ തന്നെ ഉണ്ടാവുന്ന ഒരു വിശ്വാസത്തിന് കേട്ടോ എൻ്റെ ഒരു ഐഡിയോളജി പ്രകാരം കോൺഫിഡൻസ് എന്നുള്ളത്. ഈ കോൺഫിഡൻസ് എന്നുള്ളത് ആരും ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ എന്താ പറയുക, കുറേ നാളുകൾ കൊണ്ട്, കുറേ നാളത്തെ പ്രാക്ടീസ് കൊണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ കുറേ നാളത്തെ എഫേർട്ട് കൊണ്ടൊക്കെ നമ്മൾ തന്നെ സ്വയം ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ പറഞ്ഞ ആരും, അതായത് നമ്മളുടെ മുമ്പിൽ ഇന്ന് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് വളരെ കോൺഫിഡൻസോട് കൂടി പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെയും അവരുടെ ഓരോ കുറവുകളെ കുറിച്ചിട്ട് ഇൻസെക്യൂർ ആയിരുന്ന ഒരു കാലം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ കാണുന്നത് എന്താ, എപ്പോഴും അവർ കോൺഫിഡൻ്റ് ആയി സംസാരിക്കുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ അവർ ബ്യൂട്ടിഫുള്ളി അവരുടെ ലൈഫ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് പലപ്പോഴും അവർക്ക് എങ്ങനെയായിരിക്കും ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ലൈഫ് കിട്ടിയിട്ടുണ്ടാവുക, അതല്ലാന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയായിരിക്കും ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക, അങ്ങനെ നമുക്ക് തോന്നാറില്ലേ? പക്ഷെ നമ്മൾ ആരും അവരുടെ ഇൻസെക്യൂർ ആയിട്ടുള്ള, അതല്ലാന്നുണ്ടെങ്കിൽ ഈ കോൺഫിഡൻസ് ഒന്നും ഇല്ലാതിരുന്നിട്ടുള്ള ഇവരെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവരും ഇതുപോലെ ഒരുപാട് എഫേർട്ട് എടുത്ത്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച്, ഒരുപാട് പ്രാക്ടീസിലൂടെ ആട്ടോ ഈ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇത് ടിപ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ടിപ്സ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ജേർണി ഓഫ് കോൺഫിഡൻസ് ബിൽഡിങ്ങിൽ അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് നമ്മളെ പറ്റി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് തന്നെ നമ്മളിൽ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരും വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ പറയുകയാണോ, അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഇല്ല, അങ്ങനെ നമ്മൾക്ക് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കും അതിൽ വിശ്വാസം ഉണ്ടാവുക? അപ്പോൾ ആദ്യം തന്നെ നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കുക. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ റിസൾട്ട്സ് ആദ്യം ആലോചിക്കാതെ നമ്മളത് 100% നമ്മളുടെ ഒരു എന്താ പറയുക കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് അത് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് നമ്മളുടെ പ്രയോറിറ്റി എന്തായിരിക്കും? എപ്പോഴും അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് റിസൾട്ട് ഉണ്ടാവുക? അയ്യോ ഞാൻ തോറ്റു പോവാ, ഞാൻ ജയിക്കാവോ, അതായിരിക്കും നമ്മളുടെ ഫസ്റ്റ് തോട്ട് എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഇട്ടിട്ട് നമ്മൾ അത് നമ്മളുടെ 100% കൊടുത്തിട്ട് ചെയ്യുക. റിസൾട്ട്സ് എന്തോ ആയിക്കോട്ടെ, അത് പിന്നീടുള്ള കാര്യമല്ലേ. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളിൽ തന്നെ ഒരു വിശ്വാസം അർപ്പിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഇതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ, അതായത് പോസിറ്റിവിറ്റിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് തന്നെ എനിക്ക് ഇതിലും പറയാനുള്ളത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കിനും അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കാതെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട്, കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ അതിനെ നോക്കി കാണാന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് പാടാൻ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നമ്മളുടെ അടുത്ത് ആരെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ പറയും എനിക്കൊന്നും അറിയില്ല, എനിക്ക് പാടാനൊന്നും അറിയില്ല, അങ്ങനെ നമ്മൾ പറയും. അപ്പോൾ നമ്മളത് എടുക്കുന്നത് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലായിരിക്കും. അപ്പോൾ അങ്ങനെയല്ലാതെ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന നമ്മളുടെ ആ ഒരു പാതയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൊമേഴ്സ് പഠിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, നമുക്ക് റിസ്ക് എടുത്താലേ നമുക്ക് റിവാർഡ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവാണ്ട് നമുക്ക് ഒരു കാര്യങ്ങളും നടക്കില്ല കേട്ടോ. നമ്മളിപ്പോൾ എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ട് കാണുന്ന പലരും ഒരുപാട് റിസ്ക് പണ്ട് എടുത്തോണ്ടാണ് അവർ ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ റിസ്ക് എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി, കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു മെൻറ്റാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി നമ്മൾ മെനഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. നമുക്ക് റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ അത് സാരില്ല. നമ്മൾ അവിടെ ഒരു സ്റ്റെപ്പ് വെച്ചാലല്ലേ നമുക്ക് അടുത്ത സ്റ്റെപ്സ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ റിസ്ക് എടുക്കാനായിട്ട് എപ്പോഴും തയ്യാറായിട്ടിരിക്കുക കേട്ടോ. ഈ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്താണ്, നമുക്ക് ചിലപ്പോൾ അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ നമ്മൾ തോൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പോയിന്റിനോട് ചേർത്ത് തന്നെ അടുത്ത പോയിന്റ് പറയാം കേട്ടോ.
ആക്സെപ്റ്റ് ദ ഫെയിലിയേഴ്സ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ എപ്പോഴും ജയിച്ചോളണമെന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ എപ്പോഴും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം നമ്മൾ ചിലപ്പോൾ ജയിക്കും എന്ന് ഉറപ്പ് വിചാരിച്ച് ചെയ്യുന്ന ഒരു കാര്യം ചിലപ്പോൾ തോറ്റു പോയേക്കാം. പക്ഷെ തോൽവിയും ജയം എന്ന് പറയുന്നതൊക്കെയും അതെല്ലാം കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ഒരാൾ എന്നും തോറ്റുകൊണ്ടിരിക്കില്ല, ഒരിക്കലും ഒരാൾ എന്നും ജയിച്ചുകൊണ്ടിരിക്കില്ല കേട്ടോ. ഇതൊക്കെ നമ്മളുടെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് ജയിച്ച ആളെ നമ്മൾ നാളെ തോറ്റ് കാണായിരിക്കും, അതല്ലെങ്കിൽ നാളെ തോറ്റ ആളെ നമ്മൾ മറ്റന്നാൾ ജയിച്ച് കാണായിരിക്കും. അതെന്ന് പറയുന്നത് ഒട്ടും എന്താ പറയുക, ഒരു പെർമനന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെയും ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഫെയിലിയേഴ്സ് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കാം കേട്ടോ. ഇതല്ല നമ്മളുടെ ജീവിതത്തിന്റെ എൻഡ് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഫെയിലിയേഴ്സ് ആക്സെപ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് എനിക്ക് ഫെയിലിയർ വരാനായിട്ട് ഉണ്ടായത്, ഞാൻ എൻ്റെ 100% ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ, അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ജയിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ആ ഒരു ഫെയിലിയറിനെ നമ്മൾ കുറച്ചും കൂടെ പോസിറ്റീവ് ആസ്പെക്റ്റിൽ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ജേർണി നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മുടെ മനസ്സിൽ വെക്കുക. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും ഷോർട്ട് കട്ട്സ് കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്ന ആളുകളായിരിക്കില്ലേ. നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണം, എല്ലാം പെട്ടെന്ന് റിസൾട്ട് കിട്ടണം, എല്ലാം പെട്ടെന്ന് ജയിക്കണം, അങ്ങനെ ഒരു മെന്റാലിറ്റി തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഇതൊരു ഹീലിംഗ് പ്രോസസ്സ് പോലെയാണ്. അതായത് നമ്മൾ സ്ക്രാച്ച് തൊട്ട് നമ്മൾ ആദ്യമേ തൊട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യങ്ങളുമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്ത് നമ്മൾ ജയിച്ചു, അടുത്തൊരു തോൽവി വരുമ്പോഴത്തേക്കിനും ആരെങ്കിലും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ കൊഴിഞ്ഞു പോകേണ്ടതല്ല ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡെയിലി നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ അതിന് ടൈം കൊടുക്കണം. ടൈമും പ്രാക്ടീസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് മാറി ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അതിന് വേണ്ടി എഫേർട്ട് ഇടണം. നമ്മൾ ഒരു കാര്യത്തിനും എഫേർട്ട് ഇടാതെ നമുക്ക് ഒരിക്കലും ഒരു റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിൽ വെക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും നമുക്ക് അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇതിപ്പോ സ്വർണ്ണ കട്ടിയോ സ്വർണ്ണ കഞ്ഞിയോ എന്നല്ലല്ലോ. ഇത് നമ്മൾ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്താൽ നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ഇതുവരെ കോൺഫിഡൻസ് ഇല്ലാത്ത ആൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ പോലും നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങൾ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന ചില പോയിന്റ്സ് കൊണ്ട് മാത്രം നമ്മളുടെ പുറത്തേക്ക് വരാത്ത കുറച്ച് കഴിവുകളാണ് കേട്ടോ ഇത്. എല്ലാ മനുഷ്യരും കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ജനിക്കുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പല പല കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പല പല സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് കൊണ്ട് നമുക്ക് തന്നെ നമ്മളെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെ അല്ലാത്തത് കൊണ്ട് ഞാൻ നല്ലതല്ല, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കോൺഫിഡൻ്റ് അല്ല, അങ്ങനെ നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ കൊണ്ടാട്ടോ ആ കോൺഫിഡൻസ് പുറത്ത് വരാതിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇന്ന് തൊട്ട് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും കോൺഫിഡൻ്റ് ആണ്. ആ ഒരു നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന ഫാക്ടർ മാത്രം എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.